മുനമ്പം വിഷയത്തിൽ സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷനെ തുടരാൻ അനുവദിക്കണമെന്ന സർക്കാർ അപ്പീലിൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഇന്ന്. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷനെ റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ സർക്കാർ നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി പറയുക. പൊതുതാൽപര്യം മുൻനിർത്തിയാണ് കമ്മീഷനെ നിയമിച്ചതെന്നും ക്രമസമാധാന വിഷയം എന്ന നിലയിൽ കമ്മീഷന്റെ അന്വേഷണം ആവശ്യമാണെന്നും സർക്കാർ കോടതിയിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നു. YS അഭിനന്ദ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. അഭിനന്ദ്, ഇന്ന് ഒരു നിർണായക ദിനമാണ്. എന്താണ് വിശദാംശങ്ങൾ? റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നുള്ള മുനമ്പം നിവാസികളുടെ ആവശ്യം പരിഗണിച്ചായിരുന്നു സർക്കാർ ജസ്റ്റിസ് CN രാമചന്ദ്രൻ കമ്മീഷനെ രൂപപ്പെടുത്തിയത്. എന്നാൽ ഈ CN രാമചന്ദ്രൻ കമ്മീഷന്റെ പ്രവർത്തനം അസാധുവാണെന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ മാസം 17-ാം തീയതിയാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിച്ചതിന് പിന്നാലെയാണ് ഹൈക്കോടതിയിൽ സർക്കാർ അപ്പീലുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ടായത്. ക്രമസമാധാന പ്രശ്നം ഉള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മുനമ്പം നിവാസികളുടെ പ്രശ്നം പഠിക്കുന്നത് മാത്രമാണ് CN രാമചന്ദ്രൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടുണ്ട് എന്നതായിരുന്നു സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. അതിന്മേലായിരുന്നു ഇടക്കാല ഉത്തരവായിരിക്കും ഇന്ന് ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിക്കുക. ജസ്റ്റിസ് നിതിൻ ജാംദാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2 ദിവസം മുമ്പ് ഹൈക്കോടതിയിൽ പ്രത്യേക ഒരു ബെഞ്ച് സിറ്റിംഗ് നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് പുറത്തേക്ക് വരിക. ഇതിനകത്ത് പ്രധാനമായും ഉന്നയിക്കുന്ന വിഷയം മുനമ്പം വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പൂർണ്ണമായും അവകാശം വഖഫ് ട്രൈബ്യൂണലിന് മാത്രമാണ്. സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രത്യേകം ഒരു കമ്മീഷൻ രൂപീകരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. എന്നാൽ ഇത് ക്രമസമാധാന പ്രശ്നം മാത്രം മുൻനിർത്തിക്കൊണ്ട് നിയോഗിച്ച കമ്മീഷൻ എന്നാണ് ഈ അഡ്വക്കേറ്റ് ജനറൽ ഗോപാലകൃഷ്ണൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് മുനമ്പം നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു ദിനമാണ്. ഇന്ന് മുനമ്പം സമരസമിതിയും ഒപ്പം തന്നെ ഈ വഖഫ് സംരക്ഷണ സമിതിയും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ നിലപാട് ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. വഖഫ് ട്രൈബ്യൂണലിലേക്ക് ഈ വിഷയം മുന്നോട്ട് പോകുമോ, അതുപോലെ CN രാമചന്ദ്രൻ കമ്മീഷൻ ഇനി തുടരുമോ എന്നുള്ള കാര്യത്തിൽ ഇന്നായിരിക്കും ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിലൂടെ വ്യക്തത വരിക. റീജിത്ത്, ശരി, കമ്മീഷന്റെ പ്രവർത്തനം പുനരാരംഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ കോടതിയിൽ നിന്ന് ഇന്നൊരു തീരുമാനം അറിയാം. അത്തരത്തിൽ ഇന്നത്തെ ദിനം ഒരു വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. YS അഭിനന്ദ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.